الحمد لله رب المشارق والمغارب. خلق الإنسان من طين لازب ثم جعل نطفة بين الصلب والترائب. خلق منه زوجه وجعل منهما الأبناء والأقارب. تلطف به فنوع له المطاعم والمشارب. نحمده تبارك وتعالى حمد الطامع في المزيد والطالب، ونعوذ بنور وجهه الكريم من شر العواقب. وأشهد أن لا إله إلا الله القوي الغالب، وأشهد أن سيدنا محمدا عبد الله ورسول الملك الواهب. ما من عاقل إلا علم أن الإيمان به حق وواجب. يا ربي صل على الحبيب المصطفى أهل الفضائل والمواهب، وعلى الصحب والآل ومن تبع عدد ما في الكون من عجائب وغرائب. أما بعد، فإن أصدق الحديث كتاب الله، وأحسن الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإن تطع أكثر من في الأرض يضلوك عن سبيل الله إن يتبعون إلا الظن وإن هم إلا يخرصون. إن ربك هو أعلم من يضل عن سبيله وهو أعلم بالمهتدين. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ തീരുമാനങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കീഴടങ്ങി അവന്റെ മോഹന വാഗ്ദാനമായ സ്വർഗം കരകതമാക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ഈമാനിന്റെ ഉന്നതമായ അവസ്ഥകളിൽ പെട്ടതാണ് സദ്വിചാരം, ഹുസ്നുൽ ളൻ. ഒരു വ്യക്തിയുടെ ഇബാദത്തുകളിൽ ഏറ്റവും ഉദാത്തമായത് അവന്റെ സൽവിചാരമാകുന്നു. ഒന്നാമതായി നമ്മെ സൃഷ്ടിച്ച റബ്ബുൽ ആലമീനായ അല്ലാഹുവെ കുറിച്ചാണ് സദ്വിചാരം ഉണ്ടാകേണ്ടത്. കഴിഞ്ഞ ഖുതുബയിൽ അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് നല്ല വിചാരം ഉണ്ടായിരിക്കണം. തിന്മയുടെ ഭാഗത്തേക്കാൾ നന്മയുടെ ഭാഗത്തിന് പ്രാമുഖ്യം കൽപ്പിക്കണം. സൽവിചാരത്തിന്റെ തേട്ടം അതാണ് യഥാർത്ഥ ലക്ഷ്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത്, യുദ്ധത്തിൽ ശത്രുക്കൾ വിട്ടേച്ചു പോയ സ്വത്ത് മുസ്ലിങ്ങൾക്കുള്ളതാണ്. അത് ഭാഗം വെക്കുന്ന സമയത്ത്, വീതം വെക്കുന്ന സമയത്ത് ഒരു വ്യക്തി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ആ സംഭവം വിവരിക്കുകയാണ്. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയാണ്. ഇത് ബനൂ തമീം ഗോത്രത്തിലെ ഒരാൾ എഴുന്നേറ്റുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ നീതി കാണിക്കണം. അത് കേട്ട മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക് വമൻ യഅദിൽ ഇദാ ലം അഅദിൽ. ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ ആരാ നീതി കാണിക്കുക? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പ്രതികരിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മനുഷ്യരിൽ അന്നാരും ഇന്നും നീതി കാണിക്കാൻ ഒരാളുമില്ല. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ അങ്ങനെ ചോദിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സൽവിചാരം അയാൾക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ്. നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സാബ് യുദ്ധ, ഖന്തഖ് യുദ്ധത്തിന്റെ ഒരു സന്ദർഭം, അല്ലാഹുവിന്റെ റസൂൽ സഹാബികളും ഒരുങ്ങുകയാണ്. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാഗ്ദാനങ്ങൾ നമ്മെ വഞ്ചിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും
അതിലൊന്നും യാഥാർത്ഥ്യമില്ലെന്നും അഹ്സാബ് യുദ്ധവേളയിൽ മുനാഫിക്കുകൾ പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവമായി അവർക്ക് താക്കീത് നൽകി. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വന്നത്? അവരുടെ മനസ്സിൽ ദൗർബല്യമാകുന്ന ഈമാനിൽ ദുഅഫുണ്ടായത് കൊണ്ട് അവർ പറഞ്ഞു, കപടന്മാരും ഹൃദയത്തിൽ രോഗമുള്ള ആളുകളും ഏറ്റുപറഞ്ഞ സന്ദർഭം അല്ലാഹു റസൂൽ ഞങ്ങളോട് വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അല്ലാഹു റസൂൽ അങ്ങനെയൊക്കെ പറയും, പക്ഷെ അത് വഞ്ചനയാണ്, നിങ്ങളെ പറ്റിക്കാനാ പറഞ്ഞത് എന്ന് കപടന്മാർ പറഞ്ഞു. അവരിൽ നിന്നും ഇത്തരം സംസാരം ഉണ്ടായതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സൽവിചാരമില്ലാത്തത് കൊണ്ടാണ്. റസൂലിനൊപ്പം നമസ്കരിച്ച് നോമ്പ് നോറ്റ് സൽക്കർമ്മങ്ങളിലൊക്കെ പങ്കുചേർന്ന മുനാഫിക്കുകൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായില്ല. സ്വഹാബത്തിന് റസൂലിന് വ്യക്തിത്വത്തിലോ നിലപാടുകളിലോ നോക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നിട്ട് ആ റസൂലിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലോ ഒരു വാക്കിലോ ഒരു തെറ്റുധാരണയോ മോശമായ വിചാരമോ സ്വഹാബികൾക്ക് ഉണ്ടായില്ല. എന്നാൽ അതേസമയം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിച്ച മുനാഫിക്കുകൾക്ക് എന്തായി? പക്ഷെ ഇന്ന് കഥയേറിയാൽ ആട്ടം കാണുന്ന ഇസ്ലാം വിമർശകർ നമ്മുടെ കരളിന്റെ കരളായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്റ്റേജിലും പേജിലും പരിഹസിക്കുമ്പോൾ, തെറിവിളിക്കുമ്പോൾ, തെറ്റുധരിപ്പിക്കുമ്പോൾ, മോശമായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് റസൂലിനെ കുറിച്ചുള്ള സദ്വിചാരം നിലനിർത്താനായിട്ടുണ്ടോ? നമുക്കെങ്കിലും, വിശ്വാസികളായ നമുക്കെങ്കിലും ഇപ്പോഴും നല്ല വിചാരം നമുക്കുണ്ടോ? ഇപ്പോഴും നല്ല വിചാരം നമുക്കുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹങ്ങളെ കുറിച്ച്, അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട വിവാഹത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പരിഹസിക്കുന്നുണ്ടെന്നും ഇല്ലേ? അത് കേട്ട് തലകുനിക്കാതെ ഫലപ്രദമായി പ്രതിരോധിച്ച് സ്വയം തെറ്റുധരിക്കാതിരിക്കാനെങ്കിലും, സ്വയം തെറ്റുധാരണ തിരുത്താനെങ്കിലും കൃത്യമായി പഠിക്കാൻ നമുക്ക് സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. എപ്പോഴെങ്കിലും റസൂൽ എന്തിനാ 6 വയസ്സുകാരിയായ ആയിഷയെ കെട്ടാൻ പോയത്? അതുകൊണ്ടാണല്ലോ മറ്റു മനസ്തർക്കിടയിൽ നിന്ന് പരിഹാസം നമുക്ക് കേൾക്കേണ്ടി വരുന്നത് എന്ന ചിന്ത വന്നുപോയാൽ നമ്മുടെ ഈമാൻ കാര്യമായ തകരാർ വന്നുവെന്നും അതുവഴി കാഫിറായി പോകുമെന്നുള്ള യഥാർത്ഥ ഗൗരവം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമുള്ള വിഷയം. റസൂലിനെ പറ്റി ഏതെങ്കിലും തരത്തിൽ മോശമായ വിചാരം മനസ്സിലുണ്ടായി പോയാൽ ആ റസൂലിനെ നമ്മൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികളെ, മൂസയെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കരുത്. അവർ ആരോപിച്ചതിൽ നിന്ന് മൂസാ നബി അല്ലാഹു നിരപരാധിയാക്കി. മൂസാ നബിക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിനെ വിശ്വസിക്കണം, റസൂലിനെ വിശ്വസിക്കണം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കരുത്. റസൂലിന് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. ആ റസൂലിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല. മൂസാ നബിയെ ദ്രോഹിച്ച ആളുകൾ ബനൂ ഇസ്രായേലിനെ പോലെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഉപദ്രവിക്കരുത്. ശക്തമായ താക്കീത് നൽകി തഫ്സീർ തൊബരിയിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പ്രിയപ്പെട്ടവരെ, ശൈശവ വിവാഹം, ചെറിയ കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കുക, ആ 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് ആ നൂറ്റാണ്ടിലെ സമൂഹത്തിൽ ഒരു വിലക്കുമില്ലായിരുന്നു. ശാരീരികമായി പെട്ടെന്ന് വളർച്ചയിൽ മാറ്റമുണ്ടാകുന്ന സ്ത്രീ ശരീരം നമുക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. 9 വയസ്സിൽ കുട്ടികൾ പ്രായപൂർത്തിയാവുന്നത് ഇന്നും ഒരു അത്ഭുതമല്ലല്ലോ. ഇന്നും ആകുന്നുണ്ടല്ലോ കുട്ടികൾ, ഇല്ലേ? ഒന്നുകിൽ ആയിഷ റളിയല്ലാഹു അൻഹ അത് ഇഷ്ടമല്ല എന്ന് പറയണം. എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിന്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹാലോചന നടത്തിയ സമയത്ത് ആയിഷ പറഞ്ഞു, എനിക്ക് റസൂലിനെ വേണ്ട, ഇത്രയും പ്രായമുള്ള ഒരാളെ എനിക്ക് വരനായി വേണ്ട എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ സമ്മതിക്കാതിരിക്കണം, അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടാകില്ല. ഇല്ല, അവർ തികച്ചും ആ പെൺകുട്ടിക്ക് ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ആലോചിച്ചതും അവരെ വിവാഹം കഴിച്ചതും. ഒന്നുകിൽ ആയിഷയുടെ പിതാവിന് മാതാവിന് അതിൽ എതിർപ്പ് വേണം. അറ്റ്ലിസ്റ്റ് ആ സമൂഹത്തിലെങ്കിലും അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ നബിയെ പറ്റി എന്തെല്ലാം ആരോപണങ്ങൾ പറഞ്ഞു, അല്ലേ? എന്തെല്ലാം നുണകൾ പറഞ്ഞു. ആ കൂട്ടത്തിൽ മുഹമ്മദ് ഒരു പിഞ്ചു ബാലികയെ കെട്ടിക്കളഞ്ഞല്ലോ, വിവാഹം കഴിച്ചല്ലോ എന്ന് റസൂലിന്റെ കൊടിയ ശത്രുക്കളിൽ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലിന്റെ നിലപാടുകളിൽ, തീരുമാനങ്ങളിൽ
യുദ്ധ സന്ദർഭങ്ങളിൽ, നബിയുടെ നിർദ്ദേശങ്ങളിൽ തെറ്റുധാരണ പരത്തുമ്പോൾ അവിടുത്തെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് സ്വയം തിരുത്താനെങ്കിലും നമ്മൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ശത്രുക്കൾ പറഞ്ഞു പരത്തുന്നതിലും ഒരു തരിമ്പ് പോലും യാഥാർത്ഥ്യമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യനെ കുറിച്ച്, മനുഷ്യ സ്നേഹിയെ കുറിച്ച്, മഹാനായ നേതാവിനെ കുറിച്ച് നമുക്ക് സ്വയം പഠിക്കണം. നമ്മൾ ശത്രുക്കളിൽ നിന്നല്ല, ശത്രുക്കളിൽ നിന്നല്ല, പിന്നെയോ ആധികാരിക ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം, നബി ചരിത്രം നമ്മൾ പഠിക്കണം, സീറ പഠിക്കണം. ഏറെ പോപ്പുലറായ ഒരു ഗ്രന്ഥമാണ് അർ-റഹീഖുൽ മഖ്തൂം, സഫിയുല്ലാഹ് മുബാറക് ഫൂരിയുടെ അദ്ദേഹത്തിന്റെ ആ പരിഭാഷ. മലയാളത്തിലും അതിനപ്പുറം എല്ലാ ഭാഷകളിലും അത് നമുക്ക് ലഭ്യമാണ്. വിമർശകർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള മറുപടി അതിലുണ്ട്, നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങളിൽ വസ്തുതയെ കുറിച്ച് അന്വേഷിച്ചു പഠിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയോ? നമ്മൾ കേട്ടതല്ലാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്നു, ഭാര്യയുമായി സഫിയയുമായി പള്ളിയിലിരിക്കുന്നു. രണ്ട് അനുയായികൾ പുറത്ത് നടന്നു പോകുകയാണ്. അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യയാണ്, സഫിയാണെന്ന് പറഞ്ഞാൽ എന്താ? തെറ്റുധാരണ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് എന്താണെന്ന് ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഇബ്നു ഉയൈനയുടെ അദ്ദേഹത്തിന്റെ അല്ലേ ഗുരുനാഥനായ ഇബ്നു ഉയൈനയുടെ സദസ്സിലിരിക്കുകയാണ്. ആ ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലാഹു റസൂൽ സഹാബികളെ വിളിച്ചു പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസ്സിൽ പിശാച് എന്തെങ്കിലും ഇട്ടുതരും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഖാല ശാഫിഈ ഇന്നമാ ഖാല ലഹുമാ ദാലിക, എന്തുകൊണ്ട് റസൂൽ അവരോട് പറഞ്ഞറിയോ? ആ സഹാബികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമെന്നാണ് വിചാരിച്ചാൽ ഇവര് കാഫിറായി പോകുമെന്ന് പേടിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ ഇടപെട്ട് തിരുത്തിയത്. കാഫിറായി പോകും, നോക്കണം. രണ്ടുപേരുടെയും മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായ വികാരം ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ട് അല്ലാഹു റസൂൽ കൃത്യമായി ഇടപെട്ട് തിരുത്തി കൊടുക്കുക. ഇനി സാധാരണക്കാരെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നത് പോലെയല്ല പ്രവാചകനെ, ദുർവിചാരം ഉണ്ടാകുന്നത് പോലെയല്ല റസൂലിന്റെ കാര്യത്തിൽ കാഫിറായി പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹുവെ പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി മൂന്നാമതായി നമുക്ക് വേണ്ടത് ഹുസ്നുൽ ദന്നി ബിന്നാസ്, ജനങ്ങളെ പറ്റി നല്ലത് വിചാരിക്കണം. പ്രത്യേകിച്ച് സത്യവിശ്വാസികളുടെ കാര്യത്തിൽ സൽവിചാരം ഉണ്ടായിരിക്കണം. ഒരാളെ കുറിച്ച് നമ്മൾ കേട്ടാൽ, ഒരു വാർത്ത കേട്ടാൽ സൽവിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വിലയിരുത്തുകയും അതിൽ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യേണ്ടത്. സൽവിചാരം ഉണ്ടാകണമെങ്കിൽ നമുക്ക് തിന്മയുടെ ഭാഗത്തേക്കാൾ നന്മയുടെ ഭാഗത്തിന് പ്രാധാന്യം ഉണ്ടാകണം. നമുക്കെത്ര വേണ്ടപ്പെട്ട ആളായാലും, നാം ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയായാലും, എന്തെങ്കിലും അദ്ദേഹത്തെ പറ്റി ആരെങ്കിലും പറയുന്നത് കേട്ടാൽ തന്നെ തെറ്റിദ്ധരിച്ചു പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അങ്ങനെയല്ലേ? അല്ലേ? എത്ര പെട്ടെന്നാണ് ആ ശത്രുവായത്, എത്ര ഉപകാരങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്, എത്ര നന്മകൾ നമ്മൾ അദ്ദേഹത്തിന് കണ്ടിട്ടുണ്ട്. അപ്പോ മനുഷ്യ സഹജമായ ഒരു തെറ്റ്, ഒരൊറ്റ തെറ്റ് വന്നതിന്റെ പേരിൽ എത്ര പെട്ടെന്ന് അയാളുമായിട്ടുള്ള സൗഹൃദം നമ്മൾ ഉപേക്ഷിച്ചു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്ന് നമ്മൾ അയാളുടെ ശത്രുവായി തീരുന്നു. ആലോചിച്ചു അല്ലേ? വളരെ ഗൗരവമായി നമ്മൾ ആലോചിച്ചു നോക്കണം. മോഹാപോഹങ്ങളും കെട്ടുകഥകളും ദുരാരോപണങ്ങളും പ്രചരിപ്പിക്കുന്നവർ പറയുന്നത് ഏറ്റു പറഞ്ഞാൽ വഴിതെറ്റിപ്പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. ഭൂമിയിലുള്ള ഭൂരിഭാഗം പേരും എല്ലാവരും അങ്ങനെ പറയുന്നില്ലേ? അങ്ങനെ പറയുന്നെങ്കിൽ അത് കേട്ടാൽ നബിയെ താങ്കൾ അവർ യഥാർത്ഥ മാർഗത്തിൽ നിന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ തെറ്റിച്ചു കളയും. അവർ പിൻപറ്റുന്നത് ഊഹത്തെ മാത്രമാണ്, ഊഹത്തെ മാത്രമാണ്. അവർ അനുമാനിച്ചു പറയും, പിന്നെ ചിന്തിച്ചു കൂട്ടി അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയും, വ്യാജ വാർത്തകൾ കേട്ടാൽ എന്താ അവർ വിശ്വാസിക്കേണ്ട നിലപാടെന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് ആയത്തുകൾ എങ്ങനെ ഇറങ്ങി? അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ആ ആരോപണം കേട്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല? ഇത് നമുക്ക് സംസാരിക്കാൻ പോലും പാടില്ല എന്ന്. സുബ്ഹാനക, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. വ്യക്തമായ നുണ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ദിവസം തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ആളുകൾ അല്ലേ, അടുത്ത ബന്ധം പുലർത്തുന്നവരെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ സംശയിച്ച് കാര്യമറിയാതെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ശരിയാണോ? അത്തരം സംശയങ്ങൾ യഥാർത്ഥത്തിൽ ബന്ധത്തിന്റെ, നല്ല യഥാർത്ഥ ബന്ധത്തിന്റെ ലക്ഷണമാണോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം.
ആളുകളെ കുറിച്ചുള്ള ദുർവിചാരം വർജിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന്റെ കാരണം വ്യക്തമാക്കിയും അല്ലാഹു പറയുകയായി ഊഹങ്ങളെ വെടിയണേ വിശ്വാസികളെ, ഊഹങ്ങളിൽ ചെറുത് തെറ്റാണേ. ഗൗരവമായി അല്ലാഹു താക്കീത് നൽകുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. എത്ര തമ്മാടിത്തം ചെയ്ത് ജീവിക്കുന്ന ആളെ പറ്റിയും അയാളോട് അല്ലാഹു പൊറുക്കില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവരെ. എത്ര തമ്മാടികളായി ജീവിച്ച ആളുകൾ, അവരെ പറ്റി അയാൾ നന്നാവില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾ പറഞ്ഞു വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലി ഫുലാൻ, ഇന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാൾ ആരാന്ന് പറയാൻ, ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് പറയാൻ അയാൾ ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊരാളെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല. ഒരാൾ എന്തെങ്കിലും പറയുന്നത് കേട്ടാലും അല്ലാതെ കേട്ടാലും ഒരു വിശ്വാസി എന്ന നിലപാട് സ്വീകരിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ, നിങ്ങളുടെ കണ്ണും കാലും ഇങ്ങോട്ടിരിക്കണം. ഗൗരവമായി നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. നിന്റെ സഹോദരന്റെ നാവിൽ നിന്ന് വീണ ഒരു വാക്ക് കേൾക്കുമ്പോ നീ മോശമായി അപ്പം തന്നെ വിചാരം ചിന്തിക്കുന്നത്, അതിനെ നീ നല്ലതായിട്ട് കാണണം. അതിനെങ്കിലും നല്ല ഒരു അർത്ഥ വ്യാഖ്യാനം നീ കണ്ടെത്താൻ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കല്ല, രണ്ടുപേര് സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ശരിക്ക് അവർ പറഞ്ഞതല്ല നമ്മൾ കേൾക്കാൻ നമ്മുടെ മനസ്സിൽ വരിക, ചിന്ത മാറും. ഇബ്നു സീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ എന്താ, ഇദാ ബലഗ നഖീക ശൈഖുൻ ഫൽതമിസ് ലഹു അദ്റൻ, നിന്റെ വിശ്വാസിയായ സഹോദരനെ കുറിച്ച് ഒരു കാര്യം നീ കേട്ടാൽ നീ എന്തെങ്കിലും അദ്ദേഹത്തിന് അതിന് ഇളവുണ്ടോ, എന്തെങ്കിലും അതിന് ഉദുറുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. നീ കുറെ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ലെങ്കിൽ എനിക്കറിയാത്ത എന്തോ ഒരു ഉദറ്, എന്തോ ഒരു കാരണം അയാൾക്കുണ്ട് എന്ന് പറയാവൂ. ഇത്ര ഗൗരവത്തിലാണ് പറഞ്ഞു തരുന്നത് അല്ലെ. സ്ഥിരമായി പള്ളി വരുന്ന ആളുകളെ പള്ളിയിൽ കാണുന്നില്ല, അയാൾ പള്ളിയിൽ വരുന്നില്ല, അയാൾ ടൗണിൽ കാണുന്നുണ്ട്, അവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അയാൾ ചിലപ്പോൾ യാത്രയിലായിരിക്കാം, ചിലപ്പോൾ യാത്രയിൽ നമസ്കരിക്കുന്നുണ്ടാവാം മറ്റു പള്ളികളിൽ നിന്ന്, അല്ലെങ്കിൽ രോഗിയാകാം, ജമാഅത്തിന് പള്ളിയിൽ പങ്കെടുക്കാനാവാത്തവരും അദ്ദേഹത്തിന് ഇളവുകൾ ഉണ്ടാകാം. ഇതൊന്നും ആലോചിക്കാതെ അയാളെ പള്ളിയിൽ കാണുന്നില്ല, പള്ളിയിൽ വരാറില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിചാരം വെച്ചാ പുലർത്തിയിരുന്നത്. നിന്റെ സഹോദരനെ എന്തെങ്കിലും നീ കാണുകയാണെങ്കിൽ നീ 70 ഉദുറുകൾ നീ തേടണമെന്നാണ്. 70 ഉദുറുകൾ, ഒന്നല്ല രണ്ടല്ല, നമുക്ക് ഒരു കാരണം മതി. 70 ഉദുറുകൾ തേടണമെന്ന് പണ്ഡിതന്മാർ ഗൗരവമായിട്ട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബയെ നോക്കി പറഞ്ഞത് ഇങ്ങനെയാണ്. റസൂൽ പറഞ്ഞു, കഅബയെ നോക്കി കഅബയെ പറ്റി പറയാ റസൂല്, കഅബ നിനക്കെന്ത് മാത്രം പവിത്രതയാണ്, നിന്നെക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വിശ്വാസിയുടെ അഭിമാനമാണ് കൂടുതൽ ബഹുമാനമുള്ളത് കഅബയേക്കാൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ ഒരു മുഅ്മിന്റെ രക്തം ചിന്താൻ പാടില്ല, അവന്റെ ധനം പിടിച്ചു പറിക്കാൻ പാടില്ല, അവനെക്കുറിച്ച് മോശമായ വിചാരം ഉണ്ടാകാൻ പാടില്ല. ഗൗരവമായി താക്കി നൽകുകയാണ് അല്ലേ. സമകാലിക രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്താ? സമൂഹത്തിലെ മാന്യന്മാരായ വ്യക്തികളെ പറ്റി ഇല്ലാത്ത നുണബോംബ് പൊട്ടിക്കുമ്പോൾ അവരെ കുറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. സമൂഹത്തിൽ മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. എന്തിലും ഏതിലും ചാടിക്കൊരു അഭിപ്രായം പറയുന്നത്, ഒടുവിൽ സോഷ്യൽ മീഡിയയിൽ കിട്ടിയത് എന്താണോ അതെനിക്ക് ആദ്യം ഷെയർ ചെയ്യണം, ഞാൻ ആദ്യം ഷെയർ ചെയ്യും, ഇങ്ങനെ സമാധാനം ഉണ്ടാവും എന്ന വാശി. അവസാനം ആ കേട്ടത് ശരിയല്ല എന്ന് മനസ്സിലാകുമ്പോൾ സോറി, മൈ മിസ്റ്റേക്ക്, ഫേക്ക്, പിന്നെ കുറ്റബോധമായി, പിന്നെ മാപ്പ് പറച്ചിലായി. ഒരു സോറി പറഞ്ഞാൽ തീരുന്നതാണോ അയാൾ ചെയ്തത്? പാതകം, കൊടുംപാതകം. ഗൗരവമായി നമ്മൾ ചിന്തിക്കും അല്ലേ. വിശ്വാസികൾക്കിടയിൽ മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അറിയണം, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്തും അതേപോലെ തന്നെ ഇഹലോകത്തും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്.
സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കുന്ന സ്ത്രീകളെ പറ്റി, ഗൾഫുകാരന്റെ ഭാര്യയെ പറ്റി അപവാദം പറയുന്ന സബഉൽ മൂബിഖാത്തിൽ പെട്ടതാണെന്ന് ഹദീസ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. വൻ പാപമാണ്. ഇതൊക്കെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് കപടന്മാർ അപവാദ പ്രചരണം നടത്തി അല്ലേ? ആ സംഭവത്തിൽ പലരും പലതും പറഞ്ഞു. സഹാബികളെ ശക്തമായ താക്കീത് നൽകി വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ മൊത്തം അല്ലേ? മാതാപിതാക്കൾ മക്കളെ കുറിച്ച്, മക്കൾ മാതാപിതാക്കളെ കുറിച്ച് നല്ല വിചാരം വെച്ച് പുലർത്തണം. ആഴ്ചയിൽ വിദേശത്തുള്ള മകൻ വിളിച്ചു, അടുത്ത ആഴ്ച വിളിച്ചില്ല, അവരെന്നോട് എന്തോ ഒരു വെറുപ്പുണ്ടായിരിക്കും. ആ നിലക്ക് ചിന്തിക്കുന്ന ആളുകൾ, എന്റെ സഹോദരനെ വിളിച്ചില്ല, എന്റെ സുഹൃത്തിനെ വിളിച്ചില്ല, ഈ നിലക്ക് സ്വാഭാവികമായ മനസ്സിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഇയ്യാകും വല്ലൻ, നിങ്ങൾ ഊഹത്തെ കരുതിയിരിക്കണേ. കണ്ടോ, വർത്തമാനങ്ങളിൽ ഏറ്റവും വ്യാജമായത്, വിശ്വസിക്കാൻ പാടില്ലാത്ത ഊഹമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഗൗരവമായി ചിന്തിക്കുന്ന വിഷയമാണ് ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. ഒരു ചരിത്രം പറയാം. നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ കാലും തുറന്നിരിക്കണം, എന്നിട്ട് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം ആ ഒരു വിഷയം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരും. സാധാരണക്കാർക്കിടയിൽ നമുക്കിടയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കാരണം അല്ലാഹു റസൂൽ പറഞ്ഞ ഈ സംഭവം നിങ്ങൾ കണ്ണു തുറന്ന് കേൾക്കണേ, ഒന്ന് കേൾക്കണേ. ആയിഷ റളിയല്ലാഹു അൻഹ സംഭവം നമുക്ക് പറഞ്ഞു തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇശാ നിസ്കാരം കഴിഞ്ഞു പതിവ് പോലെ എന്റെ വീട്ടിലേക്ക് വന്നു. റസൂല് വന്നു, ചെരുപ്പ് അഴിച്ചു വെച്ചു, തോളിൽ കിടന്ന ഷാൾ അവിടെ വെച്ചു, എന്നിട്ട് കിടക്കയിൽ വന്ന് കിടന്നു. ഫലം എൽബത്തില്ല റൈതമാ വന്ന അന്നി കദറകത്തു, ഞാൻ ഉറങ്ങി എന്ന് റസൂൽ ഉറപ്പാക്കിയപ്പോൾ മെല്ലെ എഴുന്നേറ്റ് റസൂലിന്റെ തട്ടമെടുത്ത് തോളിലിട്ടു. മെല്ലെ ചെരുപ്പ് ധരിച്ചു, എന്നിട്ട് വാതിൽ തുറന്നു. മെല്ലെ വാതിൽ വിട്ടിച്ചായി. എന്തിനാ? ആയിഷ റളിയല്ലാഹു അൻഹ ഭാര്യ ഉറങ്ങിയില്ലേ, അവളെ ഉണർത്താതിരിക്കാൻ വേണ്ടി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും. ഉണർത്താതിരിക്കാൻ വേണ്ടി മെല്ലെ വീടിന് പുറത്തിറങ്ങി. റസൂലിനോട് ആയിഷയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അവർ വിചാരിച്ചവർ പറഞ്ഞു, ആ റസൂലിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. ഭർത്താവിനോട് ഭാര്യയ്ക്ക് ദേഷ്യം തോന്നി. എന്താ കാരണം? റസൂലിന് മറ്റു ഭാര്യമാരുണ്ടാവൂലേ, ഇന്ന് എന്റെ ചാൻസ് അല്ലേ, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോടൊപ്പം ഉണ്ടായിട്ട് റസൂൽ മറ്റു ഭാര്യമാരുടെ വീട്ടിൽ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു പോയി എന്ന്. അവരെന്ത് ചെയ്തു? മെല്ലെ റസൂൽ പുറത്തിറങ്ങിയത് പോലെ മെല്ലെ പുറത്തിറങ്ങി വലിയൊരു വസ്ത്രം എടുത്തിട്ടു, ശരീരമാസകലം മൂടിയിട്ട് റസൂലിന്റെ പിന്നാലെ വെച്ച് പിടിച്ചു. അവിടെ ഹദീസിൽ നമുക്കത് കാണാൻ കഴിയും. അല്ലാഹു റസൂലിന്റെ പിന്നാലെ ഞാൻ ഇങ്ങനെ പോകുമ്പോ റസൂലിന്റെ മുന്നിൽ ഇങ്ങനെ പോവാൻ നോക്കുമ്പോ റസൂൽ ബഖീൽ വർക്കദിൽ മുസ്ലിങ്ങളുടെ ഖബറടക്കുന്ന സ്ഥലത്ത് റസൂൽ അവിടെ കുറെ നേരം നിന്നു. എന്നിട്ട് കൈ ഉയർത്തി അല്ലാഹു റസൂൽ പ്രാർത്ഥിക്കും. എനിക്കിത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു, എന്നോട് തന്നെ വല്ലാത്ത ലജ്ജ തോന്നി. റസൂൽ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കഴിഞ്ഞിട്ട് തിരിഞ്ഞപ്പോ ഞാനും തിരിഞ്ഞു. അവർ പറയാണ്, നബി വേഗത്തിൽ നടന്നു, ഞാനും വേഗത്തിൽ നടന്നു, റസൂൽ ഓടി, ഞാനും ഓടി. എന്താ വിഷയം? ആയിഷ ബീവിക്ക് റസൂൽ വീട്ടിലെത്തുന്നതിന് മുമ്പേ ആയിഷക്ക് വീട്ടിലെത്തണം. റസൂലാകട്ടെ ആയിഷ ഉടനെ മുമ്പ് വീട്ടിലെത്താനുള്ള ബേജാറിലാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു പറയാണ്, ഞാൻ ഓടി റസൂലിനെ മുമ്പ് ഞാൻ വീട്ടിലെത്തി. പെട്ടെന്ന് പോയി കിടക്കയിലൊന്നും അറിയാത്ത കണക്ക് ഞാൻ കിടന്നു. റസൂൽ വന്നിട്ട് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കണം, മാലക്കി ആയിഷ എന്താ നീ വല്ലാതെ കിതയ്ക്കുന്നത്, നീ വല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, ആയിഷ നീ പറഞ്ഞോ, സത്യമുള്ളത് തുറന്നു പറഞ്ഞോ. ഖബീറായ ലത്തീഫായ അല്ലാഹ് എന്നോടെല്ലാം പറയും, നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. നബിയോട് അവരെല്ലാം പറഞ്ഞു, ഞാനെല്ലാം റസൂലിനോട് പറഞ്ഞു. അപ്പോൾ റസൂൽ ചോദിച്ചു, അപ്പൊ എന്റെ മുന്നിലേക്ക് ഓടിയ കറുത്ത രൂപം നീയായിരുന്നു അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെല്ലാം അറിയുന്നതാണ് വിചാരിക്കുന്നെങ്കിൽ, റസൂൽ എല്ലാം കാണും കേൾക്കുന്നാണെങ്കിൽ റസൂലിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭാര്യയെ കണ്ടില്ല. അത് ഭാര്യയാണ്. ആ പുറപ്പ് മൂടി പറഞ്ഞതെന്ന് റസൂൽ അറിഞ്ഞിട്ടില്ല. അവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതിലുണ്ട്, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ദേഷ്യം പിടിച്ചല്ലേ ആയിഷ? ആയിഷ പറഞ്ഞു, ഇങ്ങനെ ദേഷ്യം പിടിക്കായിരിക്കും, നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടായില്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ തിരിച്ചു വെച്ചു, അല്ലാഹു റസൂൽ നിന്നോട് അനീതി കാണിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ആരോട് ചോദിക്കണം? ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
ആയിഷയുടെ നെഞ്ചിൽ ആയിഷ റളിയല്ലാഹു പറയുകയാണ്, നീ എന്ത് തന്നെ മറച്ചു വെച്ചാലും അല്ലാഹ് അറിയും, അല്ലാഹ് എന്നോട് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹദനി, എന്റെ മാറിൽ ഇങ്ങനെ ഊക്കോടെ എന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിച്ചു തള്ളി ഇങ്ങനെ ഉന്തി എന്നാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊഹമുണ്ടാക്കുന്നത് ശൈത്താനാണെന്ന് ബോധ്യപ്പെടുത്തേണ്. അല്ലാഹു റസൂൽ ചോദിക്കാൻ, നിന്റെ ശൈത്താനിന്റെ അടുക്കൽ വന്നോ? ആരോട് ചോദിക്കാൻ? ആയിഷ റളിയല്ലാഹു അൻഹ, യാ റസൂലല്ലാഹ് മഅഇ ശൈത്താൻ, എന്നോടൊപ്പം ശൈത്താൻ ഉണ്ടാവുമോ? റസൂൽ പറഞ്ഞു, അതെ, മഅകുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരോടൊപ്പം ശൈത്താൻ ഉണ്ടാകും. മഅക യാ റസൂലല്ലാഹ്, നിങ്ങളോടൊപ്പമോ അതോ എന്നോടൊപ്പം ശൈത്താൻ ഉണ്ടാവും? പക്ഷേ വലാകിൻ റബ്ബി അആനനി അലൈഹി അത്താ അസ്ലമ, നിങ്ങളൊക്കെ പിശാചിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിശാച് എന്നെ അനുസരിക്കും. അതാണ് വ്യത്യാസം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇവിടെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. റസൂൽ തിരുത്തി കൊടുക്കേണ്ട വിഷയം. ഇനി തെറ്റിദ്ധരിച്ചതല്ല, കാര്യ യാഥാർത്ഥ്യമാണെങ്കിലോ അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്ന തെറ്റല്ല, കുറ്റമല്ല. അയാൾ പലിശ വാങ്ങുന്ന ഒരാളാണ്, വ്യഭിചരിക്കുന്ന ഒരാളാണ്, സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളാണ്. അയാളുടെ ചതിയിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയുന്നത് എന്തല്ല, ഗീബത്തല്ല, അത് തെറ്റല്ല. അയാളെ ഉപദേശിക്കണം. ഉപദേശിച്ചിട്ട് തിരുത്താൻ തയ്യാറായില്ലെങ്കിലോ അവരെ മാറ്റി നിർത്തണം, നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ ഉത്ബോധത്തെ വിട്ട് പിന്തിരിഞ്ഞു കളയുന്നവരെ നബിയെ അവരെ അകറ്റി നിർത്തുക, അവരിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുക. അവർക്ക് ഭൗതികമായ ജീവിതം മാത്രമാണ് അവരുടെ മോഹമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എത്ര പറഞ്ഞിട്ട് കേട്ടില്ല എങ്കിൽ എന്താ ചെയ്യാ? അവരുടെ മനസ്സിലുള്ള സീൽ വെച്ച് കളഞ്ഞു. കിബറന്മാരുടെ അഹങ്കാരികളുടെ മനസ്സാണ് അല്ലാഹ് സീൽ വെച്ച് കളഞ്ഞു. ഇനി അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയം, നമ്മെ പരലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയം. വിശ്വാസികളെ കുറിച്ച് നല്ലത് വിചാരിക്കുക. ആരുടെയും മനസ്സിൽ കയറി നോക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ നിലക്ക് തന്നെ വിശ്വാസികളെ കുറിച്ച് നല്ലത് വിചാരിച്ച് ആ നിലക്ക് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. തെറ്റുദ്ധാരണ പാടില്ല എന്നതുപോലെ തന്നെ തെറ്റുദ്ധരിക്കാനുള്ള സാഹചര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊരു പാഠവും പള്ളിയിൽ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്റെ ഭാര്യയാണ് എന്ന് സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞതിൽ അതുണ്ട്. തന്റെ മക്കളെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ പറ്റി ആളുകൾ അവർ വ്യക്തമായി കണ്ടതും മനസ്സിലാക്കിയതും നേരിട്ട് പറഞ്ഞാൽ പോലും അംഗീകരിക്കാത്ത ആളുകൾ ഇന്നുണ്ട്. നേരിട്ട് അതിന്റെ പ്രൂഫ് അടക്കം കൊടുത്താൽ പറയും, എന്റെ മകൻ അങ്ങനെ ചെയ്യില്ല, എന്റെ മകനെ എനിക്ക് വിശ്വാസമാണ്. ആ പറഞ്ഞത് കളവാണോ ശരിയാണോ എന്ന് കേവലം ഒന്ന് അന്വേഷിക്കാതെ പോലും അന്ധമായി മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, എന്നിട്ട് അവർക്ക് മക്കൾക്കും ഭാര്യയ്ക്കും ക്ലീൻ ചീറ്റ് നൽകുന്ന, സർട്ടിഫിക്കറ്റ് നൽകുന്ന മണ്ടന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇമ്മോറൽ ട്രാഫിക്കിന് സ്വന്തം മക്കൾക്കും ഭാര്യയ്ക്കും സഹോദര സഹോദരിമാർക്കും അവിഹിത ബന്ധത്തിന് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്ന ചില ആളുകൾ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്ന് കൂട്ടരെ അല്ലാഹ് നോക്കുകയില്ല മഹ്ശറയിൽ എന്ന് പറഞ്ഞാൽ അവരെ കാണുന്നത് പോലും അല്ലാഹുക്ക് വെറുപ്പാണ്, അല്ലാഹുവിന് വെറുപ്പാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഒന്ന് അൽആഖുലി വാലിദൈഹി, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ. രണ്ടാമത്തവൻ മർഅത്തുൽ മുതറജ്ജിലത്തു മുസ്തബിഹത്തു ബിദിജാലി, ആണുങ്ങളോട് രൂപത്തിലും സാദൃശ്യത്തിലും ആണിന്റെ രൂപം സ്വീകരിക്കുന്ന പെണ്ണുങ്ങൾ, അതിന് കൂടുതലുണ്ട്. മൂന്നാമതായി പറഞ്ഞത് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ തന്റെ വീട്ടുകാരുടെ അടുക്കൽ അവർ എത്ര മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ ദയ്യൂസ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന് വേണമെങ്കിൽ ആ വാക്കിന്റെ അർത്ഥമാണ്. ഞാൻ പറഞ്ഞത് പണ്ഡിതന്മാർ പറഞ്ഞത്. നോക്കാനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നൽ മുഅ്മിന യഗാ, ഒരു മുഅ്മിന് ഒരു അഭിമാന രോഷം ഉണ്ടാവും അല്ലേ? തന്റെ കുടുംബത്തിലെ ഒരാള് മോശമായത് ചെയ്യുമ്പോ, അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോ ഈമാനുള്ളവന്റെ കൽബ് പതയ്ക്കും, പ്രതിഷേധമുണ്ടാവും, നെഞ്ചിൽ നിന്ന് അഭിമാന രോഷമുണ്ടാകും. അല്ലാഹുക്കുമുണ്ട് ദേഷ്യമുണ്ട്.
അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ സമീപിക്കുമ്പോഴാണ് അള്ളാഹ്ക്ക് അഭിമാന രോഷം ഉണ്ടാകുന്നതെന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിമാന ബോധമില്ലാത്ത നട്ടലില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, വളരെ ഗൗരവമായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് വേറെ ചില റിപ്പോർട്ടിലുണ്ട്. ആ എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ടോ, അതായത് അവൻ അവന്റെ കുടുംബത്തിൽ തോന്യാസം കാണിക്കുന്നത് കാണുന്നുണ്ട്. അതിന്റെ പേരിൽ അവനൊരു രോഷവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല, ഒന്നുമില്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് അനുസരിച്ച് ആ പണ്ഡിതന്മാർ പറയുന്നത് ഇത്തരക്കാരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പോലും പറ്റൂല എന്ന് ഗൗരവമായി പറയുന്നത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം നിഷിദ്ധമാക്കിയ 3 കൂട്ടർ. അത് ഒന്ന് ഈ പറഞ്ഞതാണ് ദയ്യൂസ്. ആ ദയ്യൂസിനെ പറ്റി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആണ് മുല്ല അലിയിൽ കാരി പറഞ്ഞത്, യുഖിറു അയ്യുസബ്ബിത ബിസുഖൂതിഹി, ആളൊന്നും മിണ്ടൂല. മക്കൾ തോന്നിയാസം ചെയ്യുന്നുണ്ട്, ഭാര്യ തോന്നിയാസം കാട്ടുന്നുണ്ട്, മിണ്ടാതിരിക്കേണ്ട കാര്യം മക്കള് വെറുക്കൂലേ, ഭാര്യയുടെ ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടൂലേ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ പറ്റിയാ പറയുന്നത്. അതായത് മിൻ ഇംറാത്തിഹി, ഞാൻ പറഞ്ഞതല്ല, അവന്റെ ഭാര്യ, ഔ ദാരിയത്തി, അവന്റെ പെൺമക്കള്, ഔ ഖറാബത്തിഹി, അവന്റെ ബന്ധുക്കള്, അൽ ഖബസി ഐ സിന, ഞാൻ പറഞ്ഞതല്ല, പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് മുൻപ് പറയുന്നത്. കണ്ടോ, അത്ര വൃത്തികേട് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദയ്യൂസ് ഫാസിഖാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഫാസിഖ് തൊമ്മാടികളാണ്, അവരെ സമൂഹത്തിൽ അടുപ്പിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തോന്യാസങ്ങൾ ചെയ്യുന്ന, വിജയിക്കുന്ന, പലിശ വാങ്ങുന്ന സുഹൃത്തുക്കൾ, അവരുമായി സഹകരിക്കുമ്പോഴും ഉപദേശിക്കാത്തവർ, അവർ ദിന ചെയ്ത കഥകൾ ഇങ്ങനെ കേട്ട് രസിച്ചിങ്ങനെ തോളിക്കൈയിട്ട് ഇങ്ങനെ നടക്കുക. എന്തായാലും നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വിടാൻ വയ്യ, നീ എന്ത് തോന്യാസം കാണിച്ചോ കുഴപ്പമില്ല, പക്ഷെ നിന്നോട് ഞാൻ ഭയങ്കര ചങ്കാണ്, നീ എന്റെ ചങ്കാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സുഹൃത്തുക്കൾ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല, വിചാരത്തോടടുക്കല്ലേ, ഏറ്റവും മോശമായ വൃത്തിയാണ്, വൃത്തികെട്ട ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തവനുമായിട്ട് എങ്ങനെ ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ എങ്ങനെ അവന്റെ കൂടെ തോളിക്കൈയിട്ട് കൊണ്ട് നടക്കുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് ഗൗരവമായി ചിന്തിക്കണം. അറിയാം, ആരോപണമല്ല, അറിയാം തനിക്ക് അവന്റെ വിചരിച്ചിട്ടാ വന്നത്, ആ കഥ ഞാൻ കേട്ടിട്ട് ചിരിക്കുകയാണ്. ഇത്ര ഗൗരവമുള്ള വിഷയം ചെറിയ വിഷയമാണോ? ഇത് ചെറിയ വിഷയമാണോ? അല്ലല്ലോ. അല്ലാഹില്ലാഹു യൗമൈദിൻ, എനിക്ക് പറയാനുണ്ട് അത്രയേ ഉള്ളൂ. സുഹൃത്തുക്കളൊക്കെ ഭൂമിയിലേ ഉള്ളൂ, ഇവിടെ ദുനിയാവിലേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ദുന്യവിയായ പല കാര്യങ്ങൾക്കും അവരുണ്ടാകും, പല പ്രയാസങ്ങൾ തീർത്തു തരാൻ അവനുണ്ടാവും. പക്ഷേ പരലോകത്ത് അന്ന് സുഹൃത്തുക്കൾ തമ്മിൽ ശത്രുക്കളായി തീരുമേ, ഇല്ലൽ മുത്തഖീൻ, മുത്തഖികൾ ഒഴികെ. നാളെ പരലോകത്ത് ഇത്തരത്തിലുള്ള ഫ്രണ്ട്സുകൾ നാം ശത്രുക്കളായി തീരും. അവരെ തെറ്റിൽ നിന്നും നാം മാറ്റി നിർത്താൻ വേണ്ടി അവരെ ഉപദേശിക്കണം, അവരെ വിലക്കണം. ഇനി അവർ അതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കാൻ നമുക്ക് സാധിക്കണം. കാരണം അവർ കാരണമായി നമ്മുടെ പരലോകം നമ്മൾ ഇല്ലാതാക്കരുത്. അവർ കാരണമായി നമ്മുടെ പരലോകം നമ്മൾ ഇല്ലാതാക്കരുത്. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എന്ന നിലക്ക് വിശ്വാസിക്ക് ചിന്തിക്കാൻ പാടില്ല. പിന്നെ എല്ലാവർക്കും നല്ലത് കൈവരണം, എല്ലാവർക്കും നന്മ കൈവരണം. അതുകൊണ്ടാണ് ചില വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നത്. കണ്ടിട്ടും ഉപദേശിച്ചിട്ടും വീണ്ടും വീണ്ടും കേൾക്കാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തു പറയാനാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത്തരക്കാരായ ആളുകൾ, അവർക്ക് തൗബ ചെയ്തില്ലെങ്കിൽ അവർ ചെയ്തതിന്റെ പേരിൽ അത് തന്നെ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് ചെയ്യാത്ത ആളുകളെ അവരുമായി ബന്ധം പുലർത്തേണ്ടി തെറ്റില്ല. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത്തരക്കാരുടെ രോഗം നമ്മെ പിടികൂടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ അകറ്റി നിർത്തുക, നമ്മൾ അകറ്റി നിൽക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഏറ്റവും നല്ല നസീഹത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ മാറ്റം വരുത്താൻ അല്ലാഹു നമുക്ക് എല്ലാവരും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രമാണങ്ങൾ ഉദ്ധരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, സുന്നത്ത് ഹദീസുകൾ പറയുമ്പോൾ അതൊക്കെ കേട്ട് എൻ്റെ ജീവിതം എന്നെ നന്നാക്കാനാണ്, ഞാൻ നന്നാവാനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിൽ ഒരു വിനയത്തോടു കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ അതനുസരിച്ചൊരു മാറ്റം വരുത്താനും അള്ളാഹു നമ്മുടെ മനസ്സിൽ അള്ളാഹു വിശാലത ഈമാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ വന്ന പിഴവുകൾ അള്ളാഹു തിരുത്തി മാപ്പാക്കി എപ്പോഴും എല്ലാ മേഖലയിലും അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ മാപ്പും നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.